കോഴിക്കോട് താമരശ്ശേരിയിൽ വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് വീണ മധ്യവയസ്കന് ദാരുണാന്ത്യം. വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയ KP വിദ്യാധരനാണ് മരിച്ചത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി കോഴിക്കോട് ഒന്നിച്ചിരുന്നത്. സമീർ, എപ്പോഴായിരുന്നു ഈ അപകടം? ഈ എന്താണ് അവരുടെ പേര്? KP വിദ്യാധരനാണ്. ഇവർ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയതാണെന്ന് മനസ്സിലാക്കുന്നു വീട്ടിന്റെ ടെറസിലേക്ക്. വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്, ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണ് മധ്യവയസ്കനായിട്ടുള്ള വ്യക്തിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി 7:30-നാണ് ഇദ്ദേഹം KP വിദ്യാധരൻ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലുള്ള ഭാഗത്ത് കയറുകയും വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ഇറങ്ങുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനു, അതുപോലെ തന്നെ മക്കളായിട്ടുള്ള അതുൽ, മിഥുൻ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം. ഇന്നലെ രാത്രി ഉണ്ടായ ആ അപകടത്തിലാണ് 59-കാരനായിട്ടുള്ള കണ്ണൻകുന്നുമ്മൽ KP വിദ്യാധരൻ എന്നുള്ള വ്യക്തിക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഏതായാലും വേദനിപ്പിക്കുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാനുള്ളത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, ആ മരണത്തിൽ നമ്മുടെയും ദുഃഖം അറിയിക്കുന്നുണ്ട്. എന്നാലും രാവിലെ വന്നൊരു ദുഃഖമുള്ള വാർത്തയാണത്. സമീർ സി മുഹമ്മദാണ് വാർത്ത കൂടുതൽ വിവരങ്ങൾ നൽകിയത്.